ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാർഡമൻ ടീ, അതായത് ഏലക്ക ചായൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത്ര വലിയ കാര്യം, എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ അറിയില്ലേ എന്ന്. നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് വീഡിയോ ഇടുകയാണ്. ഞാൻ എങ്ങനെയാണ് ഏലക്ക ചായ ഉണ്ടാക്കുന്നതിന് ഉള്ളതിനെക്കുറിച്ച് വീഡിയോ ആണ്. നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രം എടുത്തു, അതിലേക്ക് നമ്മൾ 1 കപ്പ് പാലൊഴിച്ചു, 1/2 കപ്പ് വെള്ളം, 1/2 തൊട്ട് 3/4 വരെ ഒഴിക്കുക കേട്ടോ. അപ്പം ഞാൻ അരേൻ്റെ കുറച്ചുകൂടെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏലക്ക എടുക്കുകയാണ്. ഏലക്ക ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിപ്പം ഏകദേശം ഒരു 3 ചായക്കുള്ള പാല് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് കണക്കാക്കി ഏലക്കയും ഇടുകയാണ്. അപ്പം ഏലക്ക ഒന്നെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചിട്ട് ഇടാം, അല്ലെങ്കിൽ പൊടിച്ചിട്ട് നമുക്ക് തേയിലയുടെ കൂടെ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഉണങ്ങിയ ഏലക്കയാണെങ്കിൽ പിളർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് അതേപോലെ തന്നെ ഇടാം. ഇതിലേത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഏലക്ക ഇടാം കേട്ടോ. അപ്പം ഏലക്കയും കൂടെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ പാല് നല്ല തിളച്ച് പൊങ്ങി വരും. അത് പൊങ്ങി വരാറാവുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 4 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ പത വരുന്നത് കാണുമല്ലോ. അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നമുക്ക് മധുരത്തിൻ്റെ അളവനുസരിച്ച് 3 ടേബിൾ സ്പൂൺ ഇവിടെ ഞാൻ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേയില ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും ഇത് പൊങ്ങി വരും. പൊങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തേയില ഇട്ട് കൊടുക്കാം. തേയിലയുടെ അളവും നമുക്ക് നമ്മുടെ കടുപ്പത്തിൻ്റെ അളവനുസരിച്ച്, മീഡിയം ആണെങ്കിൽ അത്രയും, സ്ട്രോങ് ആണെങ്കിൽ അതിൻ്റെ അത്രയും. ഇപ്പം സ്ട്രോങ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 ടീസ്പൂൺ തേയില ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടായിരുന്നു, പാല് പൊങ്ങി വന്നതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ തേയില ഇട്ടതിന് ശേഷം സ്റ്റവ് തിരിച്ച് കത്തിച്ച് നമ്മൾ ഒരു 2-3 മിനിറ്റൊക്കെ അതൊന്ന് സിമ്മർ ചെയ്യുകയാണ്. പാല് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞു നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ആ തേയിലയും എല്ലാം സംയോജിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അവിടെ നിന്ന് ഇരിക്കട്ടെ ഒരു 1 മിനിറ്റ്, ഒരു കൂടിപ്പോയാൽ 2 മിനിറ്റ് അത്രയും മതി. അതിനുശേഷം നമുക്ക് ഇനി ഇത് അരിക്കാം. അപ്പോൾ അരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തു, അതിൻ്റെ മേലെ ഒരു അരിപ്പ് വെച്ചു, എന്നിട്ട് നമ്മൾ അരിക്കുകയാണ്. അപ്പോൾ അരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക, കാരണം പാട തെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനത്തെ ചായേൻ്റെ ലവേഴ്സാണ്? സ്ട്രോങ് ടീ ആണോ, മീഡിയം ടീ ആണോ, ഏതാണ് ഇഷ്ടം? അപ്പം എനിക്ക് സ്ട്രോങ് ടീ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഏലക്ക ചായ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജിഞ്ചർ ടീയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചായ പകർത്തുകയാണ് ഗ്ലാസ്സിലേക്ക്. നമ്മുടെ ഈ ഒരു നൊസ്റ്റാൾജിക് കട്ടിങ് ഗ്ലാസ്സിലേക്കാണ് കേട്ടോ നമ്മൾ ചായ പകർത്തുന്നത്. അപ്പോൾ ഇനി എന്താ, ചായ ചൂടോടെ സിപ്പ് ചെയ്ത് നമ്മുടെ ഗുപ്തൻ കുടിക്കുന്നത് പോലെ നമുക്ക് കുടിക്കാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ ബൈ.